All are welcome. In this class, you are going to learn guarantee of profit to a partner. Before going to the topic, I like to remind you to subscribe the channel and to click the bell icon so that you will get the notifications whenever new videos are uploaded. If you need notes relating to this class in PDF form, click the link displayed just below this video, and if the link is not displayed, click the chapter heading. After clicking the link, the notes will be displayed on the screen, and to download the notes, click the download icon which is at the top right corner of the screen. Now we can go to the topic guarantee of profit to a partner. ചില സമയങ്ങളിൽ പാർട്ണർഷിപ്പ് ഫേമിൽ ഏതെങ്കിലും പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് മിനിമം ഗ്യാരണ്ടി ചെയ്തിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഷെയർ ഓഫ് പ്രോഫിറ്റായിട്ട് അവർക്ക് ആ ഗ്യാരണ്ടി ചെയ്ത എമൗണ്ട് നിശ്ചയമായും കിട്ടിയിരിക്കും. എന്തെങ്കിലും കാരണവശാൽ ബിസിനസ്സിന് ലാഭം കുറയുകയാണെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് കുറയുമ്പോൾ അവർക്ക് ആ ഗ്യാരണ്ടി ചെയ്ത എമൗണ്ട് തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റായിട്ട് കൊടുത്തിരിക്കണം. ലാഭം കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ആ കൂടുതൽ വരുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിനാണ് അവർക്ക് ലഭിക്കുക. അപ്പോൾ മിനിമം അവർക്ക് കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്യുകയാണെങ്കിൽ, ഒരു അഷുറൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ. നമുക്ക് നോക്കാം. ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ. സംടൈംസ് എ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദി ഫേം വിത്ത് എ ഗ്യാരണ്ടി ഓഫ് certain minimum amount by way of his share of profits. Such assurance may be given by any one of the old partners or all the partners in a certain ratio. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് മിനിമം ഗ്യാരണ്ടി ചെയ്താൽ ആ ഗ്യാരണ്ടീഡ് എമൗണ്ട് മിനിമം അയാൾക്ക് കൊടുത്തിരിക്കണം. ഈ ഗ്യാരണ്ടി കൊടുക്കുന്നത് ഒന്നുകിൽ മറ്റ് ഏതെങ്കിലും ഒരു പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് 1, 2, 3 പാർട്ട്നേഴ്സ് ചേർന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും ചേർന്നിട്ടായിരിക്കാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ. A, B and C are partners in a firm sharing profits in 3:2:1. However, partner C's share of profit is guaranteed by partner A at rupees 10,000. During the year, they earned a profit of 48,000. Prepare profit and loss appropriation account showing the division of profit. അപ്പോൾ എ ബി സി 3 പാർട്ട്നേഴ്സാണ്. 3:2:1 ഡിവൈഡ് ചെയ്യുന്നു. സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ എ അറ്റ് റുപ്പീസ് 10,000. സിക്ക് മിനിമം ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് 10,000 റുപ്പീ മിനിമം കൊടുത്തിരിക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഗ്യാരണ്ടി കൊടുക്കുന്നത് പാർട്ട്ണർ എ ആണ്. ഇപ്പോൾ പാർട്ട്ണർ എ മിനിമം 10,000 റുപ്പിയെങ്കിലും സിക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കൊടുത്തിരിക്കണം നിർബന്ധമാണ്. ഡ്യൂറിങ് ദി ഇയർ ദേ ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 48,000. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരാം. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയുമ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ആദ്യം കാണിക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് 48,000 ആണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 48,000 കാണിക്കും. അതിനുശേഷം ഈ 48,000 3:2:1 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പാർട്ട്ണർ എക്ക് കിട്ടുന്നത് 48,000 × 3/6 24,000. പാർട്ട്ണർ ബിക്ക് കിട്ടേണ്ടത് 48,000 × 2/6 16,000. പാർട്ട്ണർ സിക്ക് കിട്ടേണ്ടത് 48,000 × 1/6 8,000. അപ്പോൾ പാർട്ട്ണർ സിക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം 8,000 മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. പക്ഷേ പാർട്ട്ണർ എ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് മിനിമം 10,000 സിക്ക് കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സിക്ക് 10,000 കിട്ടാത്തത് കൊണ്ട് തന്നെ 2,000 കുറവ് വന്നിട്ടുണ്ട്. ആ കുറവ് വരുന്ന എമൗണ്ട് എ സിക്ക് കൊടുത്തിരിക്കണം. അങ്ങനെ എന്നെടുക്കുന്ന 2,000 ഷെയർ ഓഫ് പ്രോഫിറ്റ് എടുത്ത് സിക്ക് കൊടുത്തിരിക്കണം. അങ്ങനെ സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 10,000 ആക്കി മാറ്റണം. അപ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് 24,000 ആണ് ഇപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് 2,000 ലെസ് ചെയ്യുക. ലെസ് ടു സി 2,000. അത് സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ഫ്രം എ 2,000. അപ്പോൾ എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് 22,000ഉം ബിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 16,000ഉം സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 10,000ഉമായിട്ട് മാറും.
ഇനി നമുക്ക് രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 2. A, B and C are partners in a firm sharing profits in 3:2:1. However, partner C's share of profit is guaranteed at rupees 10,000. During the year, they earned a profit of 48,000. Prepare profit and loss appropriation account showing the division of profit. ഇവിടെ എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ 3:2:1 ആണ്. ഹവർ സീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് ഗ്യാരണ്ടീഡ് അറ്റ് റുപ്പീസ് 10,000. സിയുടെ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് ആണ് അറ്റ് റുപ്പീസ് 10,000 ആണ്. മിനിമം 10,000 കിട്ടിയിരിക്കും. പക്ഷേ സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആരാണ് ഗ്യാരണ്ടി ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. എ ആണോ ബി ആണോ അല്ല രണ്ടുപേരും ചേർന്നിട്ടാണോ എങ്ങനെയാണ് എന്നൊന്നും തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ ആരാണ് ഗ്യാരണ്ടി കൊടുക്കുന്നതെന്ന് പറയുന്നില്ല എങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദി ഫേം ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നതെന്ന് അർത്ഥം. ദാറ്റ് മീൻസ് റിമൈനിങ് പാർട്ട്നേഴ്സ് എല്ലാവരും ചേർന്നിട്ടാണ് ഗ്യാരണ്ടി കൊടുക്കുന്നതെന്നാണ് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 48,000 ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യം രേഖപ്പെടുത്തുക. നെറ്റ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 48,000. ഈ 48,000 അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക എത്ര വരുന്നുണ്ട്. അപ്പോൾ എക്ക് കൊടുക്കേണ്ടി വരുന്നത് 48,000 to 3/6 24,000 ആണ്. ബിക്ക് വരുന്നത് 48,000 to 2/6 16,000. സിയുടേത് 48,000 into 1/6 8,000. അപ്പോൾ സിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡാണ്. സിക്ക് മിനിമം 10,000 കൊടുത്തേ പറ്റും. ഇത് ഗ്യാരണ്ടി കൊടുക്കുന്നത് ബിസിനസ്സാണ് എന്ന് പറഞ്ഞാൽ റിമൈനിങ് പാർട്ട്നേഴ്സായ എയും ബിയും ചേർന്നിട്ടാണ്. അപ്പോൾ എ എത്രയാണ് ഗ്യാരണ്ടി കൊടുത്തത്, ബി എത്രയാണ് കൊടുക്കുന്നത്, ഏത് റേഷ്യോയിലാണ് അവർ ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് കൊടുക്കേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് തന്നെ അവരുടെ ഓൾഡ് റേഷ്യോ ആയിരിക്കണം ആ എമൗണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം കൊടുക്കേണ്ടത് 8,000 റുപ്പി. ഡിഫറൻസ് വരുന്നത് 2,000 കൂടി സിക്ക് കൊടുക്കണം. കാരണം മിനിമം 10,000 ഗ്യാരണ്ടീഡാണ്. ഈ 2,000 ആരൊക്കെയാണ് എ എത്ര കൊടുക്കണം ബി എത്ര കൊടുക്കണം 2000 പകുതി പകുതിയാണോ അല്ല ഏത് റേഷ്യോയിലാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ റേഷ്യോയെ കുറിച്ചിട്ടൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ഈ 2,000 റുപ്പീസ് എയും ബിയും ചേർന്നിട്ട് കൊടുക്കേണ്ടത് അക്കോർഡിംഗ് ടു ദ ഓൾഡ് റേഷ്യോ ആണ്. ദാറ്റ് ഈസ് 3:2. 3:2:1 ആണ് A:B:C. അപ്പോൾ സിയെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്നത് A:B ആണ്. ദാറ്റ് ഈസ് 3:2 ആണ്. ഓൾഡ് റേഷ്യോ കുറിച്ച് മറ്റൊന്നും ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് തന്നെ ഓൾഡ് റേഷ്യോ ആയിട്ട് A:B = 3:2 എടുക്കണം. അപ്പോൾ 2,000 into 3/5 എൻ്റെ അടുക്കുന്ന കിട്ടേണ്ട എമൗണ്ട് 1,200. ബീൻ്റെ അടുക്കുന്ന കിട്ടേണ്ട എമൗണ്ട് 2,000 into 2/5 800. അങ്ങനെ സിക്ക് ഷെയർ പ്രകാരം കിട്ടേണ്ട 8,000ഉം എയിൽ നിന്ന് കിട്ടേണ്ട 1,200ഉം ബിയിൽ നിന്ന് കിട്ടേണ്ട 800ഉം ചേർത്ത് 10,000 റുപ്പീസ് സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആവും. അതുപോലെ തന്നെ എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് വരുന്നത് 24,000 ആണ്. അതിൻ്റെ അകത്ത് സിക്ക് കൊടുക്കുന്നത് 2,000 to 3/5 ആണ്, 1,200. അത് ലെസ് ചെയ്ത് ബാക്കി മാത്രമേ എക്ക് കൊടുക്കേണ്ടതുള്ളൂ, 22,800. അതുപോലെ ബിയുടേത് വരുന്നത് 48,000 to 2/6 16,000 ആണ്. അപ്പോൾ ബി സിക്ക് കൊടുക്കണം ആ ഡിഫറൻസ് വന്ന 2000ൻ്റെ 2/5 ദാറ്റ് ഈസ് 800 റുപ്പി. അപ്പോൾ ബിയുടെ ബാലൻസ് വരുന്നത് 15,200. അപ്പോൾ എ 22,800, ബി 15,200, സി 10,000. ഇങ്ങനെയായിരിക്കും പ്രോഫിറ്റിൻ്റെ ഡിവിഷൻ വരുന്നത്. അടുത്ത തേർഡ് ഇല്ലുസ്ട്രേഷൻ നോക്കാം. എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ 3:2:1. C's share of profit is guaranteed at rupees 10,000. Any deficiency arising out of the guarantee will be met by partners A and B equally. During the year, they earned a profit of 48,000. Show distribution of profit. ഇപ്പോൾ ഇവിടെ നേരത്തെ അതേപോലെ ക്വസ്റ്റ്യൻ ആണ്. ആകെ മാറ്റമുള്ളത് സിക്ക് മിനിമം 10,000 റുപ്പി കൊടുക്കണം. എന്തെങ്കിലും കുറവ് വരുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് എയും ബിയും ചേർന്ന് ഈക്വലായിട്ട് കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരക്കുന്നതെന്ന്. ആദ്യം നെറ്റ് പ്രോഫിറ്റ് നേരത്തെ ചെയ്തതുപോലെ ചെയ്യുക. 48,000 ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അതിനുശേഷം റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എയുടേത് 48,000 to 3/6 24,000, ബിയുടേത് 48,000 to 2/6 16,000, സിയുടേത് 48,000 to 1/6 8,000. അപ്പോൾ സിയുടേത് 8,000 മാത്രമേ വരുന്നുള്ളൂ. മിനിമം 10,000 കൊടുത്തിരിക്കണം. അപ്പോൾ 2,000 കുറവാണ് വരുന്നത്. 2,000 കൂടി സിക്ക് കൊടുക്കണം. ഈ 2,000 കൊടുക്കുന്നത് എയും ബിയും ചേർന്നിട്ടാണ്, ഈക്വലി ആണ്.
അപ്പോൾ പകുതി എ കൊടുക്കണം, പകുതി ബി കൊടുക്കണം. 2000 പകുതി എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്നത് 1000. അപ്പോൾ ആഡ് ഫ്രം എ 1000, ആഡ് ഫ്രം ബി 2000 ഇൻറ്റു 1/2 1000. അങ്ങനെ സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 10,000 ആയി. ഇനി എയുടെ ഷെയർ പ്രകാരം കിട്ടുന്നത് 24,000 ആണ്. ലെസ് ടു സി, അതിൻ്റെ അകത്ത് നിന്ന് സിക്ക് കൊടുക്കണം 2000 പകുതി 1000 രൂപ കൊടുക്കണം. ബാക്കി വരുന്നത് 23,000 ആയിരിക്കും എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ബിയുടെ ഷെയർ പ്രകാരം 48,000 ടു 2/6 ആണ്, 16,000 ആണ്. പക്ഷേ സിക്ക് 2000 പകുതി ബി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലെസ് ടു സി 2000 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് 1000. ബാലൻസ് വരുന്നത് 15,000. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എയുടെ 23,000, ബിയുടെ 15,000, സിയുടേത് 10,000. ഇനി അടുത്തത് ഇതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം, ഇല്ലുസ്ട്രേഷൻ കൂടി നോക്കാം. എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ 3:2:1. C's share of profit is guaranteed at ₹10,000. Any deficiency arising out of the guarantee will be met by partner A and B in 5:3. During the year, they earned a profit of 48,000. Show distribution of profit. അപ്പം ഇവിടെ സിക്ക് മിനിമം 10,000 കൊടുക്കണം. ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് എയും ബിയും ചേർന്നിട്ടാണ് കൊടുക്കേണ്ടത് 5:3. നേരത്തെ പ്രോബ്ലത്തിൽ ഈക്വൽ ആയിട്ടായിരുന്നു കൊടുത്തത്, ഇനി കൊടുക്കേണ്ടത് 5:3 ആണ്. നേരത്തെ ഈക്വലി എന്ന് പറഞ്ഞാൽ 1:1, ഇവിടെ 5:3. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യം ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ 48,000. ഈ 48,000 പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ആദ്യം ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എക്ക് കിട്ടേണ്ടത് 48,000 ടു 3/6 24,000, ബിയുടേത് 48,000 ടു 2/6 16,000, സിയുടേത് 48,000 ഇൻറ്റു 1/6 8,000. അപ്പോൾ സിക്ക് മിനിമം 10,000 കൊടുക്കണം. അപ്പോൾ 2,000 കൂടി സിക്ക് കൊടുക്കണം. ആ 2,000 കൊടുക്കേണ്ടത് എയും ബിയും ചേർന്നിട്ടാണ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3. അപ്പോൾ 2,000 5/8 എ കൊടുക്കണം, 2,000 3/8 ബിയും കൊടുക്കണം. അപ്പോൾ ആഡ് ഫ്രം എൻ്റെ അടുക്കുന്ന കിട്ടേണ്ടത് 2,000 ഇൻറ്റു 5/8 1,250. ആഡ് ഫ്രം ബി 2,000 ഇൻറ്റു 3/8 750. അങ്ങനെ ടോട്ടൽ സിക്ക് കിട്ടുന്നത് 10,000 റുപ്പീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടും. ഇനി എക്ക് കിട്ടേണ്ടിയിരുന്നത് 24,000 ആണ്. പക്ഷേ ഗ്യാരണ്ടി കൊടുത്തതുകൊണ്ട് 2000 5/8 എ സിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെസ് ടു സിക്ക് കൊടുത്ത വകയിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ലെസ് ചെയ്യുക. 2,000 ഇൻറ്റു 5/8 1,250. അപ്പോൾ ബാലൻസ് വരുന്നത് എക്ക് കിട്ടേണ്ടത് 22,750 റുപ്പീ മാത്രമേ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടേണ്ടൂ. അപ്പോൾ ബിക്ക് വരുന്നത് 16,000 ആണ്. അതിൽ 2,000 3/8 സിക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലെസ് ടു സി 2,000 ഇൻറ്റു 3/8 750. ബാലൻസ് വരുന്നത് 15,250. അപ്പം പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തപ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകേണ്ട എമൗണ്ട് 22,750 ആണ്. ബിയുടേത് 15,250, സിയുടേത് 10,000 റുപ്പീ. അടുത്തത് നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ ഒന്നുകൂടി നോക്കാം. പി, ക്യു ആൻഡ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ 5:3:2. But R is guaranteed a minimum amount of ₹15,000 as his share of profit every year. Any deficiency arising on that account shall be met by Q. The profit for the 2 years ending on 31st December 2008 and 2009 were 60,000 and 1,20,000 respectively. Prepare profit and loss appropriation account for the 2 years. അപ്പോൾ ആദ്യത്തെ വർഷം കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 60,000 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ലാഭം എങ്ങനെ ഡിവൈഡ് ചെയ്യും? രണ്ടാമത് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 1,20,000 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരക്കുമ്പോൾ അതെങ്ങനെ ഡിവൈഡ് ചെയ്യും? ഇപ്പോൾ 2 അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരക്കണം. ആദ്യം 60,000 പ്രോഫിറ്റ് ആണെങ്കിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു കാണിച്ചുകൊണ്ടുള്ള അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പിന്നെ 1,20,000 ആണ് നെറ്റ് പ്രോഫിറ്റ് എങ്കിൽ അതിൻ്റെ ഡിവിഷൻ കാണിച്ചുകൊണ്ടുള്ള ഒരു അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കൂടി വരക്കണം. അപ്പോൾ ഇതിൽ ഗ്യാരണ്ടി കൊടുക്കുന്നത് എനി ഡെഫിഷ്യൻസി അറൈസിങ് ഓൺ ദാറ്റ് അക്കൗണ്ട് ഷാൽ ബി മെറ്റ് ബൈ ക്യൂ ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആറിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 15,000 കുറയുകയാണെങ്കിൽ ആ കുറവ് വരുന്ന എമൗണ്ട് ക്യൂയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയാം.
ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ അല്ലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോട്ട് കാണിക്കുക 60,000. ആദ്യത്തെ വർഷത്തെ 60,000 ആണ് പ്രോഫിറ്റ്. ഇനി 60,000 പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ പീക്ക് കിട്ടുന്നത് 60,000 to 5/10 30,000. ക്യൂവിന് കിട്ടേണ്ടത് 60,000 to 3/10 18,000. ആറിന് കിട്ടേണ്ടത് 60,000 to 2/10 12,000. ഇവിടെ ശ്രദ്ധിക്കുക, ആറിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് ആണ്. മിനിമം 15,000 കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഷെയർ പ്രകാരം ഡിവൈഡ് ചെയ്തപ്പോൾ ആറിൻ്റെ ഷെയർ വരുന്നത് 12,000 ഉള്ളൂ. അപ്പോൾ 3,000 രൂപ കൂടി ആറിന് കൊടുക്കണം. അപ്പോൾ ആറിന് കൊടുക്കേണ്ട ഈ 3,000 രൂപ കൊടുക്കുന്നത് ക്യൂ ആയിരിക്കണം. ക്യൂ ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ക്യൂയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ നിന്ന് 3,000 എടുത്തിട്ട് ആറിന് കൊടുക്കണം. അപ്പോൾ ആറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകേണ്ടത് 60,000 into 2/10 12,000 ആഡ് ഫ്രം ക്യൂ 3,000. അങ്ങനെ 15,000 റുപ്പി ആറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് പോകണം. ഇനി ക്യൂയുടെ ഇത് വരുന്നത് 60,000 into 3/10 18,000 ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് 3,000 രൂപ ആറിന് കൊടുത്തു. അപ്പോൾ അത് ലെസ് ചെയ്യണം. ലെസ് ടു ആർ 3,000. ബാക്കി വരുന്നത് 15,000. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് പോകുന്നത് പിയുടെ 30,000, ക്യൂയുടെ 15,000, ആറിൻ്റെത് 15,000. ഇനി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ലാഭം 1,20,000 ആണെങ്കിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക നെറ്റ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ അല്ലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,20,000. ഇത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പിക്ക് കിട്ടുന്നത് 1,20,000 into 5/10 60,000. ക്യൂവിന് കിട്ടുന്നത് 1,20,000 into 3/10 36,000. ആറിന് കിട്ടുന്നത് 1,20,000 into 2/10 24,000. ആറിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഗ്യാരണ്ടീഡ് ആണ്. മിനിമം ആറിന് 15,000 എങ്കിലും കിട്ടിയിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആറിന് 24,000 കിട്ടുന്നുണ്ട്. ഗ്യാരണ്ടി എമൗണ്ടിനേക്കാൾ കൂടുതലാണ് കിട്ടുന്നത്. 15,000 കൂടുതൽ കിട്ടുന്നുണ്ട്, 24,000. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്യാരണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ട. കൂടുതൽ കിട്ടുകയാണെങ്കിൽ ആ കിട്ടിയ എമൗണ്ട് തന്നെ കൊടുത്താൽ മതി. ആറിന് 24,000 തന്നെ കൊടുക്കുക. പിഒ ക്യൂഒ ഒന്നും തന്നെ ആറിന് ഈ കേസിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ആറിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ 15,000 കൂടുതൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 60,000, ക്യൂ 36,000, ആറ് 24,000 ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജോൺ ആൻഡ് മാത്യു ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. They admit Mohan into their firm for 1/6 share in profit. John personally guaranteed that Mohan's share of profit after charging interest on capital at the rate of 10% per annum would not be less than 30,000 in any year. The capital provided was as follows: John 2,50,000, Matthew 2 lakh, and Mohan 1,50,000. The profit for the year ending 31st March 2015 amounted to rupees 1,50,000 before providing interest on capital. Show the profit and loss appropriation account if new profit sharing ratio is 3:2:1. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് 1,50,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതുന്നതിന് മുന്നെയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതിയതിന് ശേഷം ലാസ്റ്റിൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മോഹൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് എമൗണ്ട് ആണ്. John personally guaranteed that Mohan's share of profit after charging interest on capital at the rate of 10% per annum would not be less than 30,000. മോഹൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30,000 കുറയാൻ വേണ്ടി പാടില്ല. ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാരണ്ടി കൊടുക്കുന്നത് ജോണാണ്. ഇപ്പോൾ ജോണിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് എടുത്തിട്ട് മോഹന് കൊടുക്കണം കുറവ് വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരിക. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റ് കാണിക്കുക 1,50,000. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ജോൺ 2,50,000 ആണ് ക്യാപിറ്റലായിട്ട് വരുന്നത്. ഇപ്പോൾ 2,50,000 10% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് വരുന്നത് ജോൺ 2,50,000 into 10/100 25,000. മാത്യുയുടെ ക്യാപിറ്റൽ 2 lakh ആണ്. ഇപ്പോൾ മാത്യുയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 lakh into 10/100 ദാറ്റ് ഈസ് 20,000. മോഹൻ്റെ ക്യാപിറ്റൽ 1,50,000 ആണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് വരുന്നത് 1,50,000 to 10/100 15,000. അപ്പോൾ 3 പേരുടെയും ചേർന്നിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 60,000 ആണ്.
അപ്പോൾ നമുക്ക് ടോട്ടൽ ലാഭം കിട്ടിയത് 1,50,000. അതിൽ 60,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് 3 പാർട്ട്നേഴ്സിന് കൊടുത്തു. ബാലൻസ് വരുന്ന ലാഭം എന്ന് പറയുന്നത് 90,000 ആണ്. ഈ 90,000 പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ജോണിന് കിട്ടുന്നത് 90,000 ഇൻറ്റു 3/6 45,000 റുപ്പീസാണ് ജോണിന് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. മാത്യുവിന് കിട്ടുന്നത് 90,000 ഇൻറ്റു 2/6 ദാറ്റ് ഈസ് 30,000 റുപ്പി. മോഹന് കിട്ടുന്നത് 90,000 ഇൻറ്റു 1/6 ദാറ്റ് ഈസ് 15,000. പക്ഷേ മോഹൻ്റെ ഷെയർ എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡാണ്, മിനിമം 30,000 കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് കൊടുക്കുന്നത് ജോൺ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ 15,000 ആണ് മോഹന് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ബാക്കി വരുന്ന 15,000 ജോൺ കൊടുക്കണം. അപ്പോൾ ജോണിൻ്റെ അടുത്ത് കിട്ടുന്നതായിട്ട് കാണിക്കുക. ആഡ് ഫ്രം ജോൺ 15,000, ടോട്ടൽ മോഹൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് 30,000 കാണിക്കുക. അപ്പോൾ ജോൺ 15,000 മോഹന് കൊടുത്തു. അതുകൊണ്ട് തന്നെ ജോണിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 15,000 ലെസ് ചെയ്യാം. ഇപ്പോൾ ജോണ് 45,000 ആണ് ടോട്ടൽ വരുന്നത്. അതിൻ്റെ അകത്ത് ലെസ് ടു മോഹൻ 15,000. ഇപ്പോൾ ജോണിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് ലാസ്റ്റിൽ കിട്ടുന്നത് 30,000. ഇപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് ലാസ്റ്റിൽ വരുന്നത് ജോൺ 30,000, മാത്യു 30,000, മോഹൻ 30,000. അടുത്തത് 2 അസൈൻമെൻറ്റുകളാണ്. ആ 2 അസൈൻമെൻറ്റിൻ്റെയും ഫൈനൽ ആൻസറുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അസൈൻമെൻറ്റ് നമ്പർ 1. X, Y and Z are partners in a firm sharing profits in 3:2:1. However, partner Y's share of profit is guaranteed by partner X at rupees 35,000. During the year, they earned a profit of rupees 90,000. Prepare profit and loss appropriation account showing the division of profit. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 90,000 ആണ്. അത് 3:2:1 ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ Y's ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ X at rupees 35,000. വൈയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 35,000 കുറവാണെങ്കിൽ ആ കുറവ് വരുന്ന എമൗണ്ട് എക്സിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റിൽ ഫൈനൽ ആൻസർ വരുന്നത് 40,000, 35,000 ആൻഡ് 15,000 വരും. അസൈൻമെൻറ്റ് 2 എന്ന് പറയുന്നത് M, N ആൻഡ് O ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഈക്വലി 1:1:1. M's share of profit is guaranteed at rupees 20,000. Any deficiency arising out of the guarantee will be met by partners N and O in 3:2. During the year, they earned a profit of 45,000. Show distribution of profit. ഇപ്പോൾ 45,000 എന്ന് പറയുന്ന പ്രോഫിറ്റ് 1:1:1 3 പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എമ്മിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 20,000 ഗ്യാരണ്ടീഡാണ്. 20,000 റുപ്പീസ് കിട്ടുന്നില്ല എങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് N ആൻഡ് O ചേർന്നിട്ട് 3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എടുത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഫൈനലായിട്ട് വരുന്നത് 20,000, 12,000, 13,000. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണോ അത് കൃത്യമായി മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്ത ക്ലാസ് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.